ഹായ് കൂട്ടുകാരെ, പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളത് ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം അങ്ങ് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. ശേഷം നേരെ അടുക്കളയിലേക്ക് കയറി കേട്ടോ. അപ്പോൾ കഞ്ഞിക്കുള്ള വെള്ളം ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം പാത്രങ്ങളുണ്ടായിരുന്നു കഴുകി വെച്ചിരുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ പറക്കി വയ്ക്കുകയാണ്. ഇന്ന് 5 മണിക്ക് ഉറക്കം വരുന്ന കാര്യം ഞങ്ങൾക്ക് തൊഴിലുറപ്പ് തുടങ്ങിയാണ്. അപ്പോൾ 2025 വർഷത്തെ പുതിയ ജോലി തുടങ്ങിയിടുന്നു. പോവാമെന്ന് വിചാരിച്ച് വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പോവാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേ വെള്ളം ഒന്ന് ചൂടായപ്പോഴത്തേക്ക് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് വെള്ളം വയ്ക്കും. എന്നും ഇങ്ങനെയാണ് ഞാൻ അരിക്ക് ചോറിന് വെക്കുന്ന വെള്ളം തന്നെയാണ് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോഴത്തേക്ക് എനിക്കൊരു 2 പ്രാവശ്യം നമുക്ക് ചൂടാക്കണം. ഗ്യാസിലൊക്കെ വെച്ചൊക്കെ തിളപ്പിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പെട്ടെന്ന് ഗ്യാസ് തീരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എന്നും ചെയ്യുന്നത്. അപ്പോൾ കുടിക്കാൻ മാറ്റിയതിന് ശേഷം അരി കഴുകി ഇട്ട് ഞാൻ നിറച്ച് വെള്ളം ഒഴിച്ചങ്ങ് അടച്ചിട്ട് വേവിക്കും. തീയും ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് അവിടെ കിടന്ന് വേവുകയും ചെയ്യും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജോലികളൊക്കെ നടക്കുകയും ചെയ്യാം. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ കറികൾക്കുള്ളതൊക്കെ അരിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്കക്കുരും ചീരയും തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ പാവയ്ക്ക് തോരൻ വയ്ക്കണം, ചമ്മന്തി അരയ്ക്കണം. അത് ഞാൻ അരി കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നിറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വയ്ക്കുകയാണേ. ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണമെന്നൊക്കെ ഞാൻ കുറേ നാളുകൊണ്ടേ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നമുക്കതിനൊന്നും പറ്റിയില്ല. കാര്യം എങ്ങനെ ചാനൽ തുടങ്ങണം, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ യൂട്യൂബിൽ നോക്കി അത് എല്ലാം എഴുതി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നമ്മളുടെ ചാനലിലുള്ള പോരായ്മയും അതിൽ മാറ്റങ്ങളൊക്കെ എന്താണ് വരുത്തേണ്ടതെന്നൊക്കെ എല്ലാം കൂട്ടുകാർ കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ മാറ്റി തിരുത്തി ഒന്നും കൂടെ നമുക്ക് നേരാക്കാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചാനലൊന്നും കാണാതിരിക്കരുത് ആരും. മോനാണ് എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത്, അമ്മേ നമുക്ക് യൂട്യൂബ് തുടങ്ങാം അമ്മേ, എല്ലാവരും ചെയ്യുന്നില്ലേ, നമുക്കൊന്നും ചെയ്യാൻ ഒരു ചാനൽ തുടങ്ങാം അമ്മേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോടാ, നമ്മുടെയൊക്കെ ചാനൽ ആര് കാണാനാടാ, ഒന്നാതെ നമ്മളെ ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടാൽ നമുക്ക് സബ്സ്ക്രൈബോ ലൈക്കൊക്കെ തരുമെന്ന് എന്താടാ ഉറപ്പിരിക്കുന്നത്, അതൊന്നും ആരും കാണത്തൊന്നും ഇല്ലടാന്ന് പറയും. അപ്പോഴവൻ പറഞ്ഞു കണ്ടാലും ഇല്ലെങ്കിൽ നമുക്കൊന്ന് ഇടാമേ, ഒരു വീഡിയോ നമുക്ക് ഇടാമേ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് 2 മക്കളാണ്, ഒരു മോനും ഒരു മോളും. മോൻ പിന്നെ 7ാം ക്ലാസ്സിൽ, മോളിനി 1ലാക്കണം കേട്ടോ, 1ലാണ്. അങ്ങനെ ചേട്ടൻ ജോലിക്ക് പോകുന്ന സമയത്താണ് ഞാൻ ചായയൊക്കെ ഇടുന്നത്. കാരണം മുമ്പ് ഞാൻ ചായ ഇടത്തില്ല, രാവിലെ ഒരു കട്ടൻ കുടിക്കും. എന്താണെന്നറിയുമ്പോൾ നമ്മൾ ഈ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്ന് ഒരു കട്ടന് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം രാവിലെ നല്ല രസമാണ്, ഒരു ഉറക്കത്തിൻ്റെ അത് നമുക്ക് തോന്നത്തില്ല. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി വെച്ചതിന് ശേഷം അത് അവിടെ എല്ലാം കഴുകി നീറ്റാക്കി കുടിക്കാനുള്ള വെള്ളമെല്ലാം കുടത്തിലൊക്കെ കൊണ്ടുവച്ചു. കഴുകാൻ വേണ്ടി 2 ബേസിനിൽ ഞാൻ വെള്ളമൊക്കെ കൊണ്ടുവയ്ക്കുക. എന്നും ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ അടുക്കളയെല്ലാം എല്ലാം നീറ്റായിട്ടിരിക്കുകയാണ്. അന്നേരം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തലേദിവസം അരിഞ്ഞ് വെച്ചെന്ന് പറഞ്ഞില്ലേ, എന്നാൽ അതെല്ലാം ഞാൻ എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 6-6:30 മണിയായപ്പോഴത്തേക്കും ചേട്ടൻ ഉറക്കം എഴുന്നേറ്റ്. ആ സമയത്ത് ഞാൻ ചായ ഇടുന്നത്. അപ്പോൾ ചായക്ക് വേണ്ടി ഞാൻ വെള്ളം വെച്ചിട്ട് അത് തിളച്ചതിന് ശേഷം തേയില ഇട്ട് കൊടുത്ത് പാലും ഒഴിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്ക് തൊട്ടടുത്ത അടുപ്പിൽ ഞാൻ ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചക്കക്കുരു ആദ്യം ഒന്ന് വേവിച്ചതിന് ശേഷം മാത്രമേ കടുവറുത്ത് ചീര വേവിക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ ചീരയുടെ കൂടെ ഞാൻ ചക്കക്കുരു വേവിക്കത്തില്ല. അത് ചക്കക്കുരു വേവത്തുമില്ല, അതിന് ചിലപ്പോൾ ഉപ്പൊക്കെ പിടിക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട് വെന്തോ ഇല്ലേ എന്നൊക്കെ. അപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള വേവായി. ഇപ്പോൾ ഒരുപാട് ചക്കക്കുരു വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ചീരയിലേക്ക് ചേർക്കുമ്പോൾ അതൊക്കെ കുഴഞ്ഞു പോകും. ഒരു തോരനൊരു തോരനല്ല കുഴഞ്ഞങ്ങിരിക്കും. അപ്പോൾ നല്ല തുറുതുറായിരുന്നാലല്ലേ ചെയ്താൽ മാത്രമല്ലേ നമുക്ക് കഴിക്കാൻ നല്ല രസമുള്ളൂ ചീരത്തോരനൊക്കെ തിന്നെ. പിന്നെ ചായ തിളച്ചു വന്നതിന് ശേഷം ഞാൻ ചേട്ടന് വേണ്ടിയിട്ട് മധുരമിട്ട ചായ ആറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേര് മാത്രമേ മധുരമിട്ട ചായ കുടിക്കത്തുള്ളൂ. ചേട്ടൻ മധുരമിട്ട ചായ കുടിക്കത്തില്ല. അതുകൊണ്ട് ചേട്ടന് ചായ മുമ്പേ ഞാൻ മാറ്റിയതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ചേർത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റും. എന്നിട്ട് ഞാൻ തോരത്തിനുള്ള അരപ്പ് തയ്യാറാക്കുകയാണ്. അതിലേക്ക് പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് ഒന്ന് അരച്ചെടുക്കും. അരച്ചതിന് ശേഷം തേങ്ങയും ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അപ്പോഴത്തേക്ക് ജീരകവും പച്ചമുളകൊക്കെ ഒന്ന് അരഞ്ഞു വരും. അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള തേങ്ങയും ഇട്ട് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതാണ് നല്ലത്, അതും കൂടെ ഇട്ട് ഒന്ന്
ഒരു കറക്ക് കറക്കി ഇങ്ങനെ എടുക്കുക, അത്രയേ ഉള്ളൂ. അതാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങ് അരഞ്ഞു പോയാൽ തോരത്തിന് കൊള്ളത്തില്ല. അപ്പം അതും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ചീര കടുവറുത്ത് ചീര ഇട്ട് ഉപ്പും ഇട്ട് ഞാൻ തട്ടിപ്പൊത്തി ആവി കയറ്റി വേവിച്ച് വെച്ചായിരുന്നു. അപ്പം അതിലേക്ക് ഞാൻ അരപ്പും ചേർത്ത് ചക്കക്കുരും ചേർത്ത് ഇളക്കി എടുത്ത് കേട്ടോ. അപ്പോൾ ചീര തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ ഞാൻ പാവയ്ക്ക് തോരൻ വയ്ക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ചായിരുന്നു. അപ്പോൾ അതും കടുവറുത്ത് ഉപ്പും ഇട്ട് തട്ടിപ്പൊത്തി വേവിച്ച് ഒരു പിടി വെള്ളം ഒഴിക്കും കേട്ടോ. ഒരു പിടി ഇങ്ങനെ വെച്ചൊന്ന് കുടയത്തേ ഉള്ളൂ. കുടഞ്ഞ് ഞാൻ തട്ടിപ്പൊത്തി വെച്ച് ആവിയേറ്റി വേവിച്ചതിലേക്ക് അതിലേക്ക് ഞാൻ അരപ്പ് ചേർക്കണം. അരപ്പിൽ ഞാൻ മഞ്ഞൾപ്പൊടി, ജീരകം, ചെറിയ ഉള്ളി, പച്ചമുളകും ഒന്ന് ചതച്ച് തേങ്ങയും ചതച്ച് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അത് റെഡിയാക്കി വെച്ചത്. ചമ്മന്തി അരച്ച വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, നല്ല സമയം കിട്ടില്ല. ഇപ്പോൾ സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് അതൊന്നും എടുക്കാത്തില്ല. പിന്നെ ഞാൻ ഇത് പാവയ്ക്ക് തോരനും റെഡിയാക്കിയതിന് ശേഷം ചമ്മന്തി അരച്ച് വെച്ചതിന് ശേഷം പോയി റെഡിയായി ജോലിക്ക് പോകാൻ വേണ്ടി. ഇതേ ഒരുങ്ങി ചോറൊക്കെ കോരി എനിക്ക് കൊണ്ടുപോകാൻ ചോറൊക്കെ പാത്രങ്ങളിലാക്കി ഇത് റെഡിയായി ഇറങ്ങുകയാണ്. മോനും മക്കൾക്കൊക്കെ ഞാൻ ടാറ്റ കൊടുത്തിട്ട് ഞാൻ പോവുകയാണ്. അന്നേരം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റ്സും ആരും മറക്കല്ലേ. ബായ്.